ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, മാതാവിൻ്റെ പാൽത്തുള്ളികൾ വീണു എന്ന് പറയപ്പെടുന്ന ഗുഹയിൽ പോകുവാനും പ്രാർത്ഥിക്കുവാനും ഒരിക്കൽ എനിക്കൊരു ഭാഗ്യമുണ്ടായി. അന്ന് അവിടെ പോയി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് കിട്ടിയ ഒരനുഗ്രഹമാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്നും യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. സുവിശേഷത്തിൽ ക്രിസ്തു ജനനത്തെക്കുറിച്ചുള്ള പശ്ചാത്തലത്തിലാണ് ഈ യാത്രയുടെ കാര്യം സുവിശേഷകൻ സൂചിപ്പിക്കുന്നത്. ഈ യാത്രയുടെ മധ്യേ ഈശോ ജനിക്കുകയും പൂജരാജാക്കന്മാർ വിരുന്നു വന്നതും ബൈബിളിൽ വിശദമായി തന്നെ വായിക്കാം. പക്ഷേ എങ്കിലിതാ പരിശുദ്ധ അമ്മയും കുഞ്ഞും യൗസപിതാവും ഹേറോദോസിന്റെ പടയാളികളെ ഭയന്ന് ഒളിച്ചിരുന്നത് ഒരു ഗുഹയിലായിരുന്നുവെന്നും അവിടെ വെച്ചാണ് പരിശുദ്ധ അമ്മ കുഞ്ഞിനെ ശുശ്രൂഷിച്ചതും ഉണ്ണീശോയ്ക്ക് പാല് കൊടുത്തതും. പാല് കൊടുക്കുന്നതിനിടയിൽ താഴേക്ക് വീണ പാൽത്തുള്ളികൾ വീണ് അവിടെ കിടന്നിരുന്ന കല്ല് വെള്ള നിറത്തിലായി മാറിയെന്ന ഒരു ഐതിഹ്യം പാലസ്തീനിലെ വിശ്വാസികൾക്കിടയിലുണ്ട്. ആ ഗുഹ ഇപ്പോൾ അറിയപ്പെടുന്നത് പാൽ ഗുഹ അല്ലെങ്കിൽ മിൽക്ക് ഗ്രോട്ടോ എന്നാണ്. ആ സ്ഥലം ഇപ്പോൾ കത്തോലിക്ക വിശ്വാസികളുടെ ആരാധനാലയമാണ്. AD 385 ഇവിടെ ആദ്യമായി ദേവാലയം പണിയുന്നത്. മുസ്ലിങ്ങളും കത്തോലിക്കരും ഒന്നടങ്കം പാൽ ഗുഹ സന്ദർശിക്കുകയും വണങ്ങുകയും ചെയ്യുന്നു. മാതാവ് ഉണ്ണീശോയ്ക്ക് പാല് കൊടുക്കുന്ന ചിത്രമാണ് ഗുഹയുടെ അകത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. 1872 ഈ ഗുഹയുടെ ഇപ്പോഴത്തെ നവീകരിച്ച രൂപം പണിതത്. കുട്ടികളില്ലാത്ത ദമ്പതികളാണ് ഇവിടം കൂടുതൽ സന്ദർശിക്കുന്നതും പ്രാർത്ഥനകൾ നടത്തുന്നതും. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും അവിടെ പോകാനും പ്രാർത്ഥിക്കാനും ഭാഗ്യം ലഭിച്ചു. മാതാവിൻ്റെ പാൽത്തുള്ളികൾ വീണുവെന്ന് പറയപ്പെടുന്ന ആ പാറ വെള്ള നിറത്തിലായാണ് ഇന്ന് കാണപ്പെടുന്നത്. അവിടെ വെച്ച് എൻ്റെ കുടുംബത്തിലുള്ള 3 പേർക്ക് വേണ്ടിയാണ് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിച്ചത്. അവരുടെ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളേറെയായിട്ടും അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അതിനാൽ വളരെയധികം വേദനയിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരുന്നത്. എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ആ 3 മക്കൾക്ക് വേണ്ടിയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം തേടി അന്ന് ഞാൻ അവിടെ മുട്ടിപ്പായി കണ്ണുനീരോടുകൂടി അവർക്കായി പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഒത്തിരി വൈകാതെ തന്നെ അവർ 3 പേരും പ്രഗ്നൻ്റായി എന്നുള്ളതാണ്. അവർക്കിന്ന് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ നൽകി ദൈവം അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. അവരിൽ ഒരാൾക്ക് 3 കുട്ടികളും ബാക്കി 2 പേർക്ക് ഒരേ കുട്ടികൾ വീതവും ഇന്നുണ്ട്. ഒരു നിമിഷം നമുക്ക് കരങ്ങളൊന്ന് കൂപ്പിയാലോ. കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന എല്ലാ ദമ്പതിമാരെയും നമുക്ക് ഈ സമയം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ മക്കൾ ഉദരഫലത്തിനായിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഈ സമയം ഉദരഫലം ലഭിക്കാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഈശോയെ അവരെല്ലാം ഈ സമയം നിന്റെ കരുണയ്ക്കായിട്ട് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അമ്മ മാതാവേ, ഈ 8 നോമ്പിൽ ഒരു കുഞ്ഞിനായി ആഗ്രഹിച്ച് നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കുന്ന ഒരാളെ പോലും അമ്മ കണ്ടില്ലെന്ന് നടിക്കരുതേ. മക്കളില്ലാത്ത ദമ്പതിമാരുടെ വേദന അമ്മ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വേദനകൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്താൻ നിന്റെ ദയയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ എന്താണോ അവരിൽ തടസ്സമായി നിൽക്കുന്നത്, അത് ഉൽപ്പത്തി 1:28 ശക്തിയാൽ ആ തടസ്സം എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞതിനെ കീഴടക്കുവിൻ. ഈശോയെ, ഈ വചനത്തിൻ്റെ അഭിഷേകം കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരിലേക്ക് ഇപ്പോൾ ഈ സമയം, ഈ നിമിഷം തന്നെ ഈ വചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന മക്കളില്ലാതെ വേദനിക്കുന്ന എല്ലാ ദമ്പതിമാരെയും പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന 150ഓളം ദമ്പതിമാരെ കർത്താവേ, ഈ സമയം നിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് അവർക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. മലാഖിയുടെ പുസ്തകം 2:15 വചനം ഏറ്റുപറഞ്ഞ് അവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്? ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? ഈശോയെ,
ദൈവകൃപയുള്ള വിശുദ്ധിയുള്ള കുഞ്ഞുങ്ങളെ നൽകി ഇവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 യോഹന്നാൻ 5:14 അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. ഈശോയെ, ഈ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം തേടി ഈ ദിവസം ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. മക്കളെ, ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ ഒരു നന്മ നിറഞ്ഞ മറിയുമെങ്കിലും കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന ദമ്പതിമാർക്കായിട്ട് ഒന്ന് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണേ. ഇന്ന് നോമ്പിൻ്റെ 1ാമത്തെ ദിവസമാണ്. നമുക്ക് പ്രത്യേകമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ ഓർത്ത് ഈ ദിവസം പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഉദരഫലം നൽകി അമ്മ മാതാവ് എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. മക്കളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി അമ്മേ, ഇന്നേ ദിവസം മുഴുവനും അമ്മ ഈശോയോട് പ്രത്യേകമായി മാധ്യസ്ഥ്യം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. അമ്മ മാതാവേ, ഈ നോമ്പിന് ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ദമ്പതിമാർ അടുത്ത വർഷം അമ്മയുടെ ജന്മദിനം ആഘോഷിക്കാനായിട്ട് വരുമ്പോൾ അമ്മേ, നീ അവർക്ക് ഒരു സമ്മാനമായിട്ട് ഒരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.